എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള ചന മസാലയാണ്. ഇതിന് ശരിക്കും ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ നിസാർക്കാർക്ക് ഡ്രൈ ആയിട്ടുള്ള ചന മസാലയാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾക്കിത് വേണമെങ്കിൽ ലൂസാക്കിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ വെള്ളം ചേർക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അപ്പൊ ഈ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 8 മണിക്കൂർ ഇതുപോലെ വെള്ളക്കടല കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് വരാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാളയും 8 വെളുത്തുള്ളി അല്ലിയും ഇതുപോലെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അരച്ചത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ടൊമാറ്റോ അരച്ചെടുക്കാം. ഞാനിവിടെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ കട്ട് ചെയ്തിട്ടിട്ട് അരച്ചെടുക്കണം. ടൊമാറ്റോ നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനുള്ളത് കേട്ടോ. ഈ അടിച്ചെടുത്ത ടൊമാറ്റോയും നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോഴേക്കും ഞാനിവിടെ 3 ചെറിയ പീസ് പട്ടയും 4 ഗ്രാമ്പൂവും 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിത് 2-3 മിനിറ്റെങ്കിലും ഇതുപോലെ ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറി കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം എല്ലാം നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ച മണം മാറിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. ടൊമാറ്റോ ചേർത്തിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ കടല ഇതിലേക്ക് ചേർക്കത്തുള്ളൂ. ഇതിവിടെ ഞാൻ 1-2 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വഴറ്റി കൊടുത്തിട്ട്. ഈ സമയം നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത ശേഷം 1 മിനിറ്റെങ്കിലും ഇതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ വിസിലെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഇളക്കിയെടുക്കണേ.
അപ്പോൾ ഇവിടെ നിസാർക്കാക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തത്. അപ്പം നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ 2 കപ്പ് ഒഴിച്ചതിന് പകരം നിങ്ങൾക്ക് 3 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. കണ്ടോ, കടലയെല്ലാം ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടത്തേ ഉള്ളൂ. ഇതിൽ ഞാൻ താളിച്ചൊന്നും ഇടത്തില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചന മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നമ്മളുടെ സലു കിച്ചൻ്റെ നല്ല നല്ല റെസിപ്പീസ് ട്രൈ ചെയ്ത് ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇമെയിൽ വഴിയോ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ നിങ്ങൾ അയച്ചു തരാണെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാനിത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ബൈ. നമുക്കെങ്ങനെ ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചോറിടാം. മീൻ കറിയുടെ കുറച്ച് ഗ്രേവി അതിൻ്റെ അകത്ത് വെച്ചിട്ട് ചോറിലിട്ട് ഞങ്ങൾ കുഴക്കുക. അത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് ചോറെടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോര് എടുത്ത് അതിൻ്റെ അകത്ത് മോരിട്ട് കുഴക്കുക. ഇനി അത് നമ്മൾ നേരത്തെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് മോരിട്ട ചോറ് ലെയറായിട്ട് ഇടുക. ഇനിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഒലത്ത് കറികളൊക്കെ എടുത്ത് അതിൻ്റെ സൈഡിൽ ആദ്യം നമ്മൾ വെണ്ടയ്ക്ക എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ നത്തോലി ഫ്രൈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ നത്തോലി എടുത്തിട്ട് ഒരു സൈഡിൽ വെക്കുക. മുട്ട വറുത്തത് ഒരു പീസ് അതിൻ്റെ അകത്തേക്ക് സൈഡിലേക്ക് ഒതുക്കി വെക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ചാള കറിയാണ്. ഈ ചാളക്കറിയുടെ ഗ്രേവിയാണ് നമ്മൾ ആദ്യം ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടിയിലത്തെ ലെയറിലിട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ ചമ്മന്തി, നമ്മൾ തേങ്ങ ചമ്മന്തി നല്ല ഒന്നാന്തരം പുളിയിട്ട് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ചമ്മന്തി നടുക്കങ്ങോട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒരു പപ്പടം എടുത്ത് വെച്ചു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മോര് സംഭാരം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് റെഡി. ഇതാ നല്ല ഒന്നാന്തരം ചട്ടിച്ചോറ്. ഇത് തിന്ന് നമ്മൾ ഒരു രക്ഷയിലുണ്ട്. നമ്മൾ വായിന്ന് വെള്ളമൊക്കെ വന്നിട്ടായി അലമ്പായി. ബ്ലോഗറാണല്ലോ, ഇന്ന് നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ഇത്തയാണല്ലോ. സ്നേഹത്തിൻ 3 മക്കൾ അവർക്കുണ്ടല്ലോ,
ഒരുപാട് സപ്പോർട്ടുണ്ട ഉപ്പയുണ്ടല്ലോ. യൂട്യൂബിലും വിജയത്തിൻ ബ്ലോഗാണല്ലോ. സാലു കിച്ചൺ സമീറത്ത ബ്ലോഗറാണല്ലോ.